ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ജു ഗിരിയോട് എല്ലാ കാര്യവും മഹിമയെക്കുറിച്ച് പറയാണ്. മഹിമയെ ജോർജ് വല്ലാതെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ള കാര്യം കേട്ടതോടുകൂടി ഗിരിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അങ്ങനെ ഗിരി ജോർജിനെ കാണാൻ വേണ്ടി ദേഷ്യത്തിൽ അങ്ങ് ഇറങ്ങുന്ന സമയത്ത് മഞ്ജു തടയാണ്. വേണ്ട ഗിരിയേട്ട, അയാൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അയാൾ ആരെയും ഉപദ്രവിക്കില്ല. പക്ഷേ എനിക്ക് വിഷമം വരുന്നത് ഇതുകൊണ്ടെന്നല്ല. മഹിമയെ ഞാൻ പലതവണ ജയിലിൽ പോയി കണ്ടിട്ടുള്ള ആ സമയത്തൊന്നും മഹിമ എന്നോട് ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവളുടെ കൂടെ ജയിലിലുള്ള എല്ലാ കുറ്റവാളികൾക്കും അറിയാമായിരുന്നു. പക്ഷെ അവളുടെ സ്വന്തം ചേച്ചിയായ എന്നോട് അവൾ ഒന്നും പറഞ്ഞില്ല. എന്നോട് ഒന്നും പറയാതിരിക്കാൻ മാത്രമുള്ള ശത്രുത അവൾക്കിപ്പോൾ എന്നോടുണ്ടായി. അപ്പോഴാണ് ഞാനൊരു വലിയ തോൽവിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഗിരി മഞ്ജുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയണേ, നീ അത്രയൊന്നും ചിന്തിക്കേണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ചിന്തിച്ചല്ലേ കഴിയും ഗിരിയേട്ട. കാരണം അവളെ സംരക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോവും എന്നുള്ളത് അവളുടെ മനസ്സിലേക്ക് തോന്നിയില്ലല്ലോ. അതുകൊണ്ടല്ലേ അവൾ ജയിലിൽ ചാടിയത്. ഇപ്പൊ മഹിമയുടെ ശിക്ഷ കൂടാനുള്ള കാരണക്കാരി കൂടി ഇപ്പൊ ഞാനായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് കേട്ടോ. അപ്പോൾ ഗിരി ആശ്വസിപ്പിക്കുകയാണ്. എന്ത് പറഞ്ഞ് ഞാൻ മഞ്ജുവിനെ ആശ്വസിപ്പിക്കും എന്നുള്ള വിഷമത്തിലാണ് ഗിരിയും നിൽക്കുന്നത്. അങ്ങനെ ഗിരിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ് മഞ്ജു. പിന്നീട് ഗോപാലനും സഞ്ജയും വിപിനും അഭിയും കൂടി മഹിമയെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഗോപാലൻ പറയാണ്, മഹിമ ജയിൽ ചാടിയപ്പോൾ ഞാൻ ആദ്യം പേടിക്കുകയാണ് ചെയ്തത്. അവളെ എന്ത് വില കൊടുത്തും അവളെ ജയിൽ ചാടുന്നത് തടയണമെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ അവളെ മോചിപ്പിക്കാനുള്ള ഓർഡറുമായിട്ട് എത്തിയപ്പോഴത്തേക്കും അവൾ ജയിൽ ചാടിയില്ലേ. ഇതിപ്പോൾ അവളുടെ വിധി എന്നല്ലാതെ എന്ത് പറയാനാണ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ സഞ്ജു പറയണേ, ജോർജ് അവളെ അത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അവൾക്ക് ജയിൽ ചാടാൻ തോന്നിയത്. ഇപ്പോൾ വിപിൻ പറയാണ്, അയാളെ നേരിട്ട് കാണെങ്കിൽ ഒരു കൈ കൊടുക്കണം. കാരണം മഹിമയെ പേടിപ്പിച്ച് നിർത്തണം കഴിവുണ്ടെങ്കിൽ അയാൾ ഒരു പുലി തന്നെയാണ്. ഇപ്പോൾ അഭി പറയണേ, ഞങ്ങൾ ജയിൽ അനുഭവിച്ചതെല്ലാം തന്നെ ഇപ്പോൾ മഹിമയും അനുഭവിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഓർക്കുമ്പോഴാണ് ഒരു ആശ്വാസമാവുന്നത്. ഇപ്പോൾ അഭി പറയണേ, അല്ല അവൾക്ക് ഇനി വീണ്ടും ആ ജയിലിലേക്ക് തന്നെ പോവേണ്ടി വരില്ലേ, ജോർജിന്റെ അടുത്തേക്ക് തന്നെ പോവേണ്ടി വരില്ലേ ജയിലിൽ ചാടിയതിന് എന്ന് പറയുമ്പോൾ സഞ്ജു ചിരിച്ചുകൊണ്ട് പറയുന്നത്, അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, അവൾ ജയിലിൽ ചാടിയതിനുള്ളത് കൂടി ജോർജ് കണക്കിന് മഹിമയ്ക്ക് ഇനി കൊടുക്കും. അങ്ങനെ അവർ 4 പേരും കള്ളു കുടിച്ചുകൊണ്ട് സന്തോഷിച്ച് സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് അബിക്ക് അടികിട്ടിയ ആ ഭാഗത്ത് വേദന വരുന്നത്. അപ്പോൾ ഗോപാലൻ ചോദിക്കുകയാണ്, ഇപ്പോഴും നല്ല വേദന ഉണ്ടല്ലേ അബി എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട്. അപ്പോൾ സഞ്ജു കളിയാക്കിയിട്ട് പറയണ, ഒരു പെണ്ണിനെ കൈകാര്യം ചെയ്യാൻ പോലും നിനക്ക് ഒറ്റയ്ക്ക് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ അതിന് അവൾ ഒറ്റയ്ക്കൊന്നും ആയിരുന്നില്ല, മഹിമയെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നു, അത് പിന്നെ അവളുടെ കൂട്ടുകാരാവും എന്ന് പറയുമ്പോൾ അല്ല അവരല്ല, ഇത് നല്ല തടിയും നല്ല പൊക്കമൊക്കെ ഉള്ള ആളാണ്, പിന്നെ വയസ്സായവരുമാണ്, പ്രായമുണ്ട് അവർക്ക് അത്യാവശ്യം എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ സഞ്ജു പറയുന്നത്, അങ്ങനെയാണെങ്കിൽ അത് അക്കാമ്മയുടെ ആളുകളാവും എന്ന് പറയുമ്പോൾ അഭി ചോദിക്കാൻ, ആരാണ് ഈ അക്കാമ്മ? ഓ സഞ്ജു പറയണേ, അത് അച്ഛൻ്റെ ഒരു ശത്രുവാണ് എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അല്ല അവരുടെ കാര്യമൊന്നും ഇതുവരെയും ഗോപാൽജി പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗോപാലൻ പറയണ, അതിന് എൻ്റെ കൂടെ ഗിരി ഉള്ളത് കൊണ്ട് എൻ്റെ ശത്രുക്കൾ ആരും തല പൊക്കില്ലായിരുന്നു, ഇപ്പോൾ ഗിരി പോയി എന്ന് കണ്ടപ്പോൾ എൻ്റെ എല്ലാ ശത്രുക്കളും തല പൊക്കിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നേ അവരെയൊക്കെ ഒതുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ആദ്യം മഹിമയാണ് പിടിക്കേണ്ടത്, മഹിമയെ എത്രയും പെട്ടെന്ന് പോലീസ് കസ്റ്റഡിയിലാക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെയാണ് ദോഷം എന്ന് പറയുമ്പോൾ അഭി പറയണ, ആ മഹിമ ജയിലിൽ ചാടിയതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം തന്നെ പീതാംബരനെ കൊന്ന ആളിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കേട്ടതോടുകൂടി ഗോപാലൻ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോയി. അവൾക്ക് സംശയമുള്ള എല്ലാവരെയും അവൾ ലക്ഷ്യം വെക്കും എന്ന് പറഞ്ഞതോടുകൂടി ഗോപാലൻ പീതാംബരനുമായിട്ടുണ്ടായ ആ വഴക്കിനെ കുറിച്ചങ്ങ് ഓർക്കുകയാണ് കേട്ടോ. പീതാംബരൻ്റെ നേരെ ഗോപാലൻ കത്തിയെടുത്ത് നിന്നെ ഞാൻ കൊന്നുകളയാനും മടിക്കില്ല എന്ന് പറഞ്ഞ ആ വാക്കുകളൊക്കെ ഓർത്ത് ഞെട്ടലോട് കൂടി ഇരിക്കുമ്പോൾ വീണ്ടും അഭി പറയാണ്, അല്ല ഗോപാലൻ എന്തായാലും പീതാംബരനോട് നല്ല ശത്രുത ഉണ്ടായിട്ടുണ്ടല്ലോ, കാരണം സഞ്ജുവിനെ അന്ന് നമ്മളെല്ലാവരും കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഞ്ജുവിൻ്റെ നേരെ ഞാൻ ഇവനെ ഇല്ലാതാക്കി കളയുമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എന്തായാലും ഗോപാലൻ ഒരു അച്ഛനല്ലേ, അപ്പോൾ എത്രയായാലും അയാളോട് ക്ഷമിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ ആ കാര്യങ്ങളും എല്ലാം തന്നെ ആ സമയത്ത് ഗോപാലൻ ഇരുന്ന് ആലോചിക്കാൻ കേട്ടോ. എന്നിട്ട് അപ്പോൾ അഭി പറയണ, അല്ല എന്താ ഗോപാൽജി ആലോചിക്കുന്നത്, പീതാംബരനെ കൊന്നത് ഗോപാൽജി ആണോ എന്ന് ചോദിക്കുമ്പോൾ ഗോപാലൻ അങ്ങ് ഞെട്ടി നിൽക്കണ്ട, അല്ല ഇതെൻ്റെ സംശയമല്ല, നാട്ടുകാരെല്ലാവരും പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഗോപാലിന് ദേഷ്യം പിടിക്കുകയാണ്. ഗോപാൽജി തന്നെയാണ് അയാളെ കൊന്നത് എന്ന് പറഞ്ഞാലും എനിക്കൊരു സംശയവുമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഗോപാലൻ ദേഷ്യം പിടിച്ചിട്ട്, ഞാൻ വാങ്ങിച്ചു തന്ന മദ്യവും കുടിച്ച് എനിക്കിട്ട് തന്നെ പാര വെക്കുന്നോടാ എന്നും ചോദിച്ചുകൊണ്ട് എഴുത്തിന് കയറി പിടിച്ചിട്ട് അങ്ങോട്ട് അമർത്താണ്. എന്നിട്ട് പെട്ടെന്ന് ഗോപാലൻ കൈയെടുക്കുകയാണ്. അപ്പോൾ അഭി പറയണേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, മഹിമ സംശയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്, ശരി പീതാംബരനെ കൊന്നത് മറ്റാരെങ്കിലും ആയിരിക്കും എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും വിപിൻ അഭിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയണേ, നീ കുറച്ച് ഓവറാണെന്ന് തോന്നുന്നു, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അഭിയെയും കൂട്ടി വിപിൻ
വിപിൻ അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ സഞ്ജു ചോദിക്കുകയാണ്, അല്ല ഈ അഭിയെ നമുക്ക് പേടിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവൻ കുഴപ്പമൊന്നുമില്ല, അവനെ ഒന്ന് സോപ്പിട്ട് നിർത്തിയാൽ മതി, അല്ലാതെ അവനെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും നമുക്കുണ്ടാവില്ല എന്ന് പറയുമ്പോൾ അല്ല അവൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെ തോന്നി ഡാഡി എന്ന് പറയുമ്പോൾ ഇല്ല, അവനൊന്നും മറച്ചു വെക്കുന്നില്ല, നമുക്ക് അവനെ ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി, അല്ലാതെ അവനെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറയാണ്. ഈ സമയം ജോർജും സ്മിതയും കൂടി അക്കാമയെ കൊല്ലാനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് അക്കാമ ജോർജിനെ ഇവിടെ നിന്നും പറഞ്ഞു വിടും, അതുകൊണ്ട് അവരെ കൊണ്ടുള്ള ശല്യം തീർക്കണം എന്ന് സ്മിത എരിപിരി കയറ്റി പറയുന്ന സമയത്ത് ജോർജ് പറയണ, അതിന്റെ മുന്നേ ഞാൻ ഇവിടെ നിന്നും പോകുന്നതിന്റെ മുന്നേ അവളെ കൊന്നു കെട്ടിത്തൂക്കണം, നീ ഒരു കയറെടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് സ്മിതയെ പറഞ്ഞു വിടാൻ കേട്ടോ. അങ്ങനെ ജോർജ് അവിടെ തനിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോവാണ്. അപ്പോൾ എന്താ കറണ്ട് പോയല്ലോ, ഇൻവേർട്ടർ ഓണാക്ക്, പെട്ടെന്ന് ഓണാക്ക് എന്ന് ജോർജ് പറഞ്ഞ് അവിടെ നിന്നിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് അക്കാമയും കുറച്ച് കൂട്ടരും കൂടി ചേർന്ന് തലയിലൂടെ ജോർജിന്റെ മുണ്ടിട്ട് നന്നായിട്ട് തന്നെ അടിക്കുകയാണ്. അങ്ങനെ ജോർജിന് അവരുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവരവിടെ നിന്നും പോവാണ്. അപ്പോഴത്തേക്കും കറണ്ട് വരികയാണ്. അപ്പോൾ ജോർജ് തലയിൽ നിന്ന് മാറ്റിയിട്ട് ആരാണ് എന്നെ അടിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സ്മിത വരികയാണ്. എന്നിട്ട് എന്താണ് സാർ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ആരൊക്കെയോ ചേർന്ന് അടിച്ചു, ആരാണെന്ന് അറിയില്ല, ആ അക്കാമ തന്നെയായിരിക്കും, നീ എല്ലാ സെല്ലിലും പോയി നോക്ക്, ആരെങ്കിലും അവിടെ സെല്ലിലില്ലാത്തതുണ്ടെങ്കിൽ അവരെ കൊണ്ട് പിന്നെ ഞാൻ സത്യം പറയിപ്പിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് സ്മിത എല്ലാ സെല്ലിലും പോയി നോക്കുന്ന സമയത്ത് എല്ലാ കുറ്റവാളികളും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ജോർജ് എല്ലാവരെയും വിളിച്ചു വരുത്താണ്, സെല്ലിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്താണ്. എന്നിട്ട് ജോർജ് പറയണ അക്കാമയോട്, നീയാണ് ഇതിൻ്റെ പിറകിലെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അക്കാമ ഒന്നും അറിയാത്ത ഭാവത്തിൽ എന്താണ് അതിന് ഞാൻ ചെയ്തത്, എന്താണ് സാർ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ അങ്ങനെ വെറുതെ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അല്ല ഞാൻ സെല്ലിനകത്ത് തന്നെ ആയിരുന്നില്ലേ, സാറിന് അടി കിട്ടിയെന്നല്ലേ പറഞ്ഞത്, പക്ഷേ ഞാനെങ്ങനെ സെല്ലിനകത്തുണ്ടാവുക, അപ്പോൾ ഒരു കാര്യം ജോർജ് സാർ ആദ്യം മനസ്സിലാക്കണം, ഈ സെല്ലിനകത്തുള്ള സ്റ്റാഫുകൾ എന്നെ അഴിച്ചു വിട്ടാലല്ലേ, എന്നെ തുറന്നു വിട്ടാലല്ലേ എനിക്ക് സാറിനെ അടിക്കാൻ കഴിയും, അപ്പോൾ സാറിന് പാരയായിട്ട് ഇവിടെ തന്നെ ആളുകളുണ്ട് എന്നുള്ളത് സാർ ആദ്യം മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ജോർജ് അത് ശരിയാണല്ലോ എന്നുള്ള ഭാവത്തിൽ അവിടുത്തെ കോൺസ്റ്റബിൾമാരെല്ലാവരെയും ഒന്ന് നോക്കാണ്ട്. അപ്പോൾ അവരാരും തന്നെ പിടികൊടുക്കാതെ നിൽക്കുകയാണ്. എന്നിട്ട് അക്കാം പറയണേ, എന്നോട് കളിക്കുമ്പോൾ നീ സൂക്ഷിച്ചോ, ഇനി നിൻ്റെ വീട്ടിലുള്ളവരെയാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്, നിൻ്റെ ഭാര്യയും മക്കളും അവിടെ ഒരു വയസ്സായ അച്ഛന് മാത്രമേ ഉള്ളൂ കോട്ടയത്തെ നിൻ്റെ തറവാട്ട് വീട്ടിൽ എന്ന് പറയുമ്പോൾ ജോർജ് അങ്ങ് ഞെട്ടിപ്പോവാണ്. സ്മിത ചോദിക്കാണ്, എന്താ നീ ഭീഷണിപ്പെടുത്താണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ ഭീഷണിയൊന്നും പെടുത്തിയിട്ടില്ലല്ലോ, സാറിനെ തല്ലിയവരെങ്ങാനും വീട്ടിൽ കയറി ആക്രമിക്കുമോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും ജോർജിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അപ്പോൾ അക്കാം പറയണേ, പെട്ടെന്നെടുത്തോ വീട്ടിൽ നിന്നായിരിക്കും എന്ന് പറയട്ടെ. അങ്ങനെ ജോർജിൻ്റെ ഭാര്യയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയണേ, നിങ്ങൾ എന്താ അവിടെ പോയിട്ട് വല്ല പ്രശ്നവും ഉണ്ടാക്കിയോ, ഇവിടെ വീട്ടിൽ കയറി വന്ന് 2-3 പേര് വന്ന് എല്ലാ സാധനങ്ങളും നശിപ്പിക്കുകയും നിങ്ങൾ അവിടെ സ്ത്രീകളോട് മോശമായി സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു, എന്താ നിങ്ങൾക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ലേ, നിങ്ങൾ ഇതിനാണോ ഇവിടെ നിന്നും അങ്ങോട്ട് പോയത്, നിങ്ങൾ കാരണം നമ്മുടെ 2 പെൺമക്കളുടെ ഭാവിയാണ് തകരാൻ പോകുന്നത്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ എൻ്റെ അച്ഛനോടും ഏട്ടനോടും ഒക്കെ നിങ്ങളുടെ ഈ സ്വഭാവം അങ്ങ് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് ജോർജിൻ്റെ ഭാര്യ സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ജോർജിന് ഉത്തരം മുട്ടിപ്പോവാണ്. നാളെ രാവിലെ ആവുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ വീട്ടിലെത്തിയിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അപ്പനെയും എൻ്റെ ഏട്ടനെയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഫോൺ വെക്കുകയാണ് കേട്ടോ. അതോടുകൂടി ജോർജ് ദേഷ്യം പിടിച്ചിട്ട് അക്കാമയെ നോക്കുകയാണ്. എന്നിട്ട് അക്കാമ പറയണേ, നിന്നെ ഞാൻ ജീവനോടെ വിടുന്നത് എൻ്റെ പിച്ചിയായിട്ട് നീ കരുതിക്കോ എന്നൊക്കെ പറയട്ടെ. അങ്ങനെ അക്കാമയെ ഒന്ന് ദേഷ്യത്തിൽ ഒന്ന് പരിഹസിച്ചുകൊണ്ട് ജോർജ് നോക്കിയിട്ട് അകത്തേക്ക് പോവാണ്. അപ്പോൾ സ്മിതയ്ക്ക് നന്നായിട്ട് തന്നെ പൊട്ടിക്കുകയാണ്. അക്കാമ സ്മിതയുടെ കാരണം നോക്കി അങ്ങ് അടിക്കുകയാണ് കേട്ടോ. നീ എന്തിനാടി ആ ഞരമ്പ് രോഗിയുടെ കൂടെ നിന്ന് ഞങ്ങളെല്ലാവരെയും ഇങ്ങനെ ഉപദ്രവിക്കാൻ നിന്നത്, നീ ഒരു സ്ത്രീയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സ്മിതയ്ക്കിട്ട് നന്നായിട്ട് തന്നെ അക്കാമ പൊട്ടിക്കുന്നത്. അപ്പോൾ സ്മിത കരഞ്ഞുകൊണ്ട് അക്കാമയോട് പറയണേ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് അക്കാമ, ഇനി എന്നെ ഉപദ്രവിക്കരുത് കരഞ്ഞുകൊണ്ട് സ്മിത പറയാണ് കേട്ടോ. അങ്ങനെ അക്കാമയുടെ കയ്യിൽ നിന്നും സ്മിതയ്ക്ക് കണക്കിന് കിട്ടിയ ശേഷമാണ് സ്മിത അവിടെ നിന്നും പോകുന്നത്. ഈ സമയം മഹിമയാണെങ്കിലോ അക്കാമയുടെ സഹായി ബലറാമനെയും കാത്തു നിൽക്കാണ്. മഹിമ പറഞ്ഞു കൊടുത്ത ആ മരുന്ന് വാങ്ങിയിട്ട് വരുന്നത് കാത്തിട്ട്. അപ്പോൾ അയാൾ അവിടെ വയ്ക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, പോലീസ് നമ്മളെ തിരയുന്നുണ്ട്, എന്തായാലും ഇവിടേക്ക് പോലീസൊന്നും വരില്ല, അഥവാ വരികയാണെങ്കിൽ തന്നെ അറിയിക്കാനുള്ള ആളെയും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കാട് വഴി രക്ഷപ്പെടാം എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അപ്പോഴാണ് അവിടേക്ക് മഹിമയുടെ കൂട്ടുകാർ വരുന്നത്. എന്നിട്ട് പറയാണ്, മഹിമയെ നീ ജയിലിൽ ചേടേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല, നിന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടുണ്ടായിരുന്നു, മഞ്ജു ചേച്ചി നിന്നെ റിലീസ് ചെയ്യാനുള്ള ഓർഡറുമായിട്ട് വരാൻ നിൽക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുമ്പോൾ മഹിമ പറയാണ്, അത് മുകുന്ദേട്ടൻ വെറുതെ പറഞ്ഞതായിരിക്കും, വക്കീൽ വെറുതെ പറഞ്ഞതായിരിക്കും എന്ന് പറയുമ്പോൾ അല്ല മഹിമയെ, സത്യം തന്നെയാണ്, നിന്റെ ചേച്ചി മഞ്ജു ചേച്ചിയാണ് നിന്റെ നിരപരാധിത്വം തെളിയിച്ചത്. അപ്പോൾ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ മഹിമയുടെ കാര്യം പറയണേ, നീ അന്ന് ഹെൽമെറ്റ് ഇല്ലാതെ സ്കൂട്ടറിൽ പോയതിൻ്റെ ആ ദൃശ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നിനക്ക് ഫൈൻ
ഫൈന് വന്നതിൻ്റെ ആ ഒരു കാരണത്താലാണ് ഇപ്പോൾ നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ മഹിമയ്ക്ക് വല്ലാത്ത സങ്കടം വരികയാണ്. എൻ്റെ ചേച്ചിയോടുള്ള വിശ്വാസം, എനിക്ക് എൻ്റെ ചേച്ചിയിൽ ഒരു വിശ്വാസവും ഉണ്ടായില്ല, അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യേണ്ടി വന്നത്. ഇനി ചാടിയ കേസ് എന്തായാലും നിന്റെ തലയിൽ വരും എന്ന് പറയട്ടോ. ഏതായാലും നമുക്കിനി അവിടേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട, ഇനിയിപ്പോൾ ഏതായാലും ഞാൻ ജയിൽ ചാടിയില്ലേ, ഇനി ആരാണ് പീതാംബരനെ കൊന്നത് എന്നുള്ളത് എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഈ സമയം ഐശ്വര്യ മേഡവും മഞ്ജുവും അരവിന്ദാക്ഷൻ സാറും ബിജുക്കുട്ടനും ഒക്കെ മഹിമയെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലാക്കണം എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. എവിടെ പോയി ഒളിച്ചാലും നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഐശ്വര്യ മാഡത്തിൻ്റെ ഫോണിലേക്ക് പ്രീതി വിളിക്കുന്നത്. എന്നിട്ട് പ്രീതി പറയണേ, എന്തായി, എൻ്റെ അച്ഛനെ കൊന്നവരെ കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ച് പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കമ്മീഷണർ നല്ല ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. കുറ്റം അന്വേഷിക്കുന്നതിൻ്റെ മറുപടി നിന്നോട് ഫോണിലൂടെ നേരിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് ഐശ്വര്യ മാഡവും തിരിച്ച് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രീതി പറയണേ, എൻ്റെ അച്ഛൻ്റെ കേസ് അന്വേഷണത്തിൽ പുരോഗതി വരണമെങ്കിൽ അതിന് ഈ അന്വേഷണം CBIക്ക് കൈമാറണം, അതിന് വേണ്ടിയിട്ടുള്ള സമരം ചെയ്യണമെന്നാണ് എന്നോട് നാട്ടുകാരടക്കം എല്ലാവരും പറയുന്നത് എന്ന് പറയുമ്പോൾ ഐശ്വര്യ മാഡം പറയും, അങ്ങനെയാണെങ്കിൽ നീ അങ്ങ് സമരം ചെയ്തോട് എന്നങ്ങ് പറഞ്ഞതോടുകൂടി പ്രീതി അങ്ങ് ഞെട്ടിപ്പോവാണ്.